ഞങ്ങളപ്പോ റിലാക്സ് ഫോറസ്റ്റ് നിങ്ങളുടെ ഒരു ഫ്ലാറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ശുദ്ധമായ വായു കിട്ടി, ശുദ്ധമായ ജലം കിട്ടി, നല്ല ശുദ്ധമായ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് പാത്തിങ് ചെയ്ത് നിങ്ങളുടെ ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം മാറ്റി നല്ലൊരു ഉറക്കം അല്ലെ. അങ്ങനെ നിങ്ങളുടെ ഫുൾ ബോഡി പെർഫോമൻസ് ഞങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ്സിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ ബയോ മാഗ്നറ്റിസത്തിനെ നല്ല ബൂസ്റ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ നാച്ചുറൽ ആന്റി ഏജിങ് വഴിയെല്ലാം നിങ്ങളെ യങ് ആക്കി നിർത്തി അല്ലെ. പക്ഷേ ഒരു പ്രോബ്ലം കൂടി ഒന്ന് സൊല്യൂഷൻ കണ്ടെത്തണ്ടേ? വേസ്റ്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുള്ള കേസല്ലേ. അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എങ്ങോട്ട് കളയും അല്ലെ, ഒരാൾ വന്നെ പിക്ക് ചെയ്യണം. ഇതെല്ലാം ചെയ്യാൻ റിലാക്സ് ഫോറസ്റ്റിന്റെ ആ ഒരു എർത്ത് പ്രൊട്ടക്റ്റീവ് വിങ് അവിടെ കോൺട്രാക്ട് ബേസിൽ ഉണ്ടാവും. അതായത് നിങ്ങളുടെ വീട്ടിലെ ഏത് തരം വേസ്റ്റും, അതായത് ജൈവമായിട്ടുള്ള ഏത് തരം വേസ്റ്റും, മീൻതലയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റേതോ അല്ലെങ്കിൽ പച്ചക്കറിയോ ഫുഡ് വേസ്റ്റോ എന്തും ഞങ്ങളുടെ ആ ഒരു എർത്ത് പ്രൊട്ടക്റ്റീവ് വിങ് എന്നാണ് ഞങ്ങളുടെ ആ ഒരു കോൺട്രാക്ട് ബേസിലെ ആൾക്കാരെ ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര്. അതായത് ഭൂമിയെ സംരക്ഷിക്കുന്ന ആളുകൾ. അപ്പോൾ അവര് വന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ കുറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു മാനുവർ ക്രിയേറ്റിംഗ് യൂണിറ്റ് ഉണ്ടാവും. അതായത് യാതൊരുവിധ സ്മെല്ലോ കാര്യങ്ങളൊന്നും വരാതെ ഇതിനെല്ലാത്തിനും നല്ലൊരു ജൈവ വളമാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫെസിലിറ്റി. അപ്പോൾ അത് ചെയ്തതിനു ശേഷം എന്താണ്, നിങ്ങളുടെ ആ ഒരു ബാൽക്കണിയിലുള്ള ആ ഒരു വെജിറ്റബിൾസിന് തന്നെ നിങ്ങളുടെ വേസ്റ്റ് കൊണ്ടുവന്നിടും. അതായത് ആ ഒരു കൺവേർഷൻ ചെയ്തിട്ട്, അതായത് വേസ്റ്റ് ടു മാനുവർ. അതായത് ലോകത്തിലെ യാതൊന്നും വേസ്റ്റ് അല്ല ഈ ലോകത്ത് അല്ലെ. നമ്മുടെ ചിന്താഗതിയാണ് വേസ്റ്റ് എന്നുള്ളത്. ഇതും വേസ്റ്റ് അല്ല, ഇത് നമുക്ക് ഭക്ഷണം തരുന്ന ആ ചെടികൾക്ക് ഭക്ഷണമായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് റിലാക്സ് ഫോറസ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ആ ഒരു ഫെസിലിറ്റീസ്.